എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥ കേട്ടിട്ടില്ലേ? എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥ. അതായത് ഇതെല്ലാം ഞമ്മാൻ്റെയാന്ന് പറയും, എല്ലാം ഞമ്മാൻ്റെയാന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് ആ സൂത്രവാക്യത്തിൻ്റെ പ്രൊഡ്യൂസർ ഒരു ആന്ധ്രാക്കാരനാണ്. ഈ ആള് ഫെഫ്കയുടെ ഓഫീസിൽ ചെന്ന് സേവ് മീ എന്ന് പറയിച്ചു. ആലോചിച്ചു നോക്കി. ഇയാളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പോയത്? ആരോട് ചോദിച്ചിട്ടാണ്? എന്നെ കമ്പൽ ചെയ്തു, ഫോഴ്സ് ചെയ്തു, എനിക്കറിയില്ല. ആലോചിച്ച് നോക്കി. ഒരു നിർമ്മാതാവിൻ്റെ ഓഫീസിലോ ചേംബറിൻ്റെ മെമ്പറാണ് പുള്ളി. ചേംബറിൻ്റെ ഓഫീസിലോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലോ പോയാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇത്തരത്തിൽ ഒരു ഓഡിയോ പ്രൊഡ്യൂസർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഷൈനുമായി ചേർന്ന് നടന്നിരുന്നു. ഇതിൻ്റെ നിർമ്മാതാക്കൾ ഒരാൾ നേരെ ഫെഫ്കയുടെ ഓഫീസിൽ ചെല്ലുകയും ഈ ഫെഫ്കയുടെ ഭാരവാഹികളുടെ കാല് പിടിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ചേംബർ കണ്ടെത്തിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശാൻ ഷൈൻ പാവമാണെന്നും ഒരവസരം കൂടി നൽകണമെന്നും സ്ഥാപിക്കാൻ ഫെഫ്ക പ്രതിനിധികൾ ശ്രമിച്ചോ? സിനിമാ സെറ്റിലെ കാട്ടിക്കൂട്ടലുകളെ നിസാരവൽക്കരിക്കാൻ നോക്കിയോ? എട്ടുകാലി മമ്മൂൻ ചമയാൻ ശ്രമിച്ചോ? ആരോപണം ബി ഉണ്ണികൃഷ്ണൻ എന്ന ഫെഫ്ക പ്രതിനിധിക്കെതിരെയാണ്. ആ ഓഡിയോ സംഭാഷണമാണ് പുറത്തു വന്നത്. സജി നന്ദ്യാട്ട് എന്ന ചേംബറിൻ്റെ പ്രതിനിധിയുടെ ഓഡിയോ സംഭാഷണം. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായാലും മറ്റ് ഇൻ്റേണൽ കമ്മിറ്റി അംഗങ്ങളായാലും ഒക്കെ ഈ നീക്കത്തിന് രംഗത്ത് വന്നു. വേണ്ടാത്ത സ്ഥലത്ത് വലിഞ്ഞു കയറി വന്ന് ഇടപെട്ട് ആളാകാൻ നോക്കിയെന്നാണ് ചേംബർ പ്രതിനിധികളുടെയും സിനിമ ഇൻ്റേണൽ കമ്മിറ്റി അംഗങ്ങളുടെയും വിമർശനം. ഷൈനിന് മാപ്പ് നൽകേണ്ടത് ബി ഉണ്ണികൃഷ്ണൻ അല്ലെന്നും നിർമ്മാതാക്കൾ പറയുന്നു. ഫെഫ്കയുടെ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുറന്നടിക്കുന്നു. പരാതി പരിശോധിക്കാൻ IC ഉണ്ടെന്നിരിക്കെ ഫെഫ്കയുടെ നിലപാട് ശരിയായി തോന്നുന്നില്ലെന്നാണ് വിമർശനം. കേസിൽ നിന്ന് ഷൈൻ ഊരും. നമ്മുടെ നിയമത്തിന് അത്രയേ ബലമുള്ളൂ. സിനിമയിലും ഷൈൻ തുടരും. പരാതി പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. മടിച്ചു നിൽക്കുന്നവർ ഇനിയും നിശബ്ദമായി സഹിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്തവരുമുണ്ടെന്ന ഓർമ്മ ഇത്തരക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്നതും നന്ന്. ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രത്യേക ചർച്ച. അപർണ ജോൺസ് ഉണ്ട്, നടി, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് വിനു കിരിയത്ത് തിരക്കഥാകൃത്ത്, രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകനൊപ്പം ബൈജു കൊട്ടാരക്കര സംവിധായകൻ, കലിയൂർ ശശി നിർമ്മാതാവിനെയും ശ്രീ സജി നന്ദ്യാട്ടിനെയും ഫിലിം ചേംബർ പ്രതിനിധിയെയും പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയുടെ ഭാഗമായി. നമുക്ക് ഈ അപർണ ജോൺസ് അവർ ഈ പറഞ്ഞതുപോലെ സൂത്രവാക്യം എന്ന സിനിമയിൽ അഭിനയിച്ച നടിയാണ്. ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് മോശം അനുഭവമുണ്ടായി എന്ന് തുറന്നു പറഞ്ഞ ഒരു നടി കൂടിയാണ്. ഇൻ്റേണൽ കമ്മിറ്റിക്ക് മുന്നിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുകയും ചെയ്തു. അപർണ, സ്വാഗതം ചർച്ചയിലേക്ക്. ഈ നേരത്തെ വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങൾ സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നുവല്ലോ. സമാനമായ അനുഭവം ആ സിനിമയിൽ വിൻസിയുടെ അത്ര വലിയ റോൾ അല്ലെങ്കിൽ പോലും ഒരു ചെറിയ റോളിൽ അഭിനയിച്ച അപർണയ്ക്കും ഉണ്ടായി എന്നുള്ളതാണോ? അതെ അതെ, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. വിൻസി പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിലും പിന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. എന്താണെന്ന് വ്യക്തമാക്കാമോ? കാരണം വിൻസി പറഞ്ഞത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു വെളുത്ത പൊടി തുപ്പുന്നു, അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾ നടത്തുന്നു, സിനിമാ സെറ്റിൽ ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള രീതികൾ അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നൊക്കെയാണ്. അങ്ങനെ തന്നെയാണോ? ഷൈനിന്റെ പെരുമാറ്റം വളരെ, ഞാൻ നേരത്തെ പല ഇന്റർവ്യൂവിൽ ഇപ്പം പറഞ്ഞു, വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഷൈനിന്റെ. അത് മാത്രമല്ലാതെ എപ്പോഴും ഇങ്ങനെ വളരെ അശ്ലീലം കലർന്ന യൂസേജസ് ആണ് എപ്പോഴും, അങ്ങനെയുള്ള സംസാരങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക വിശേഷമാണ് സെറ്റിൽ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വിധം, ഒരു കോ ആക്ടർക്ക് കൂടെ അഭിനയിക്കാൻ പറ്റാത്ത വിധം, ഒരു തൊഴിലിടത്തിൽ മാന്യമായി ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഷൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായിട്ടും വളരെ എക്സ്ട്രീംലി സ്ട്രോങ് സെക്ഷൽ കൊണോട്ടേഷൻസ് ഉള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സെക്ഷൽ കമന്റ്സുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ. സെറ്റിൽ ഒരു സീൻ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും, അല്ല നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ അതുപോലെയുള്ള സംസാരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒട്ടും ഈ സാധാരണ ഒരുപാട് നടന്മാർ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള, ടെക്നീഷ്യൻസിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ ഒരു സിനിമാ ലൊക്കേഷൻ. അവിടെ
നോർമൽ അല്ലാത്ത രീതിയിൽ ഒരു ബിഹേവിയർ, അതായത് നമുക്ക് പ്രത്യക്ഷ തന്നെ തോന്നുന്ന വിധത്തിൽ ഇയാൾ അത്ര നോർമൽ അല്ല എന്ന് തോന്നുന്ന തരത്തിലാണ് ഷൈൻ പ്രവർത്തിക്കുന്നത് എന്നാണ് നേരത്തെ വിൻസിയൊക്കെ പരാതി നൽകിയത്. അത്തരത്തിലാണ്. അത് ശരിയാണ്, വളരെ അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഈ സമയത്ത് അപർണ ജോൺസിന് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പരാതിപ്പെടാനോ, ഇപ്പോൾ പ്രൊഡ്യൂസറും സംവിധായകനും മറ്റുമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ സംസാരിക്കാനോ ഒക്കെ പോയിരുന്നോ ആ സമയങ്ങളിൽ? ഞാൻ ഷൈനോട് നേരിട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് ഷൈനെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ സാധിച്ച ഒരു അബ്നോർമൽ ബിഹേവിയറും വളരെ ഇറാറ്റിക് ആയിട്ടുള്ള ഒരു സംസാരവും, അങ്ങനെയുള്ള ഒരാളിനോട് എങ്ങനെ നമ്മൾ ഒരു ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾ എങ്ങനെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ എൻഗേജ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷൈനോട് നേരിട്ടൊന്നും പറയാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ അടുപ്പമുണ്ടായിരുന്ന, സൗഹൃദം തോന്നിയ ഒരു വേറൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് സൗജന്യ വർമ്മ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ, അവരോട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. പരാതിയായിട്ടല്ല, എനിക്കിങ്ങനെ വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുള്ളൊരു സങ്കടം പങ്കുവെക്കാൻ കാരണം അവരെ പ്രൊഡക്ഷൻ ടീമിനോടൊക്കെ കുറച്ച് അടുപ്പം ഉണ്ടായിരുന്ന ആളുമാണ്. ആ ഒരു ക്രൂ ആയിട്ട് കുറച്ച് നാളത്തെ ഫെമിലിയാരിറ്റി ഉള്ളത് കൊണ്ട് അവർ വഴി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് അവിടെ വെച്ച് ആ സെറ്റിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തന്നിരുന്നു. അതായത് ഈ ഇങ്ങനെ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഷൈനോട് സംസാരിക്കുകയായിരുന്നോ, ഇത്തരം ബിഹേവിയർ ഇനിയും ഉണ്ടാകരുതെന്ന് വാർണിംഗ് നൽകുകയായിരുന്നോ, അതോ ഈ പറഞ്ഞതുപോലെ അപർണയുടെ അവിടെ വെച്ചുള്ള സെറ്റിൽ വെച്ചുള്ള പരാതിക്ക് ഗുണമുണ്ടായോ ആ സമയത്ത്? അതെനിക്കറിയില്ല. ഷൈനോട് സംസാരിച്ചില്ല എന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയില്ല കറക്റ്റ് എന്താ നടന്നതെന്ന്. പക്ഷെ ഷൈനും ഞാനുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറച്ച് എന്നെ എത്രയും വേഗം അവിടുന്ന് വിടാനായിട്ട്, എൻ്റെ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന കുറച്ച് സീൻസ് ഒക്കെ ആ തലേ ദിവസം തന്നെ അവർ സ്കെഡ്യൂൾ മാറ്റി ഷൂട്ട് ചെയ്ത് എൻ്റെ സ്കെഡ്യൂൾ തീർത്ത് എന്നെ എത്രയും പെട്ടെന്ന് അവിടുന്ന് വിടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നു. ഈ ഷൈൻ്റെ ഒരു പെരുമാറ്റം അത് അപർണയോട് മാത്രം, അപർണയോടും വിൻസിയോടും, അവർ രണ്ടുപേരാണ്, നിങ്ങൾ രണ്ടുപേരാണ് പരാതിയുമായി വന്നത്, അതോ സെറ്റിലുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഈ തരത്തിലാണോ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ, എന്താണ് അബ്നോർമൽ, ആ രീതിയിലാണോ പൊതുവേ ഉള്ള ഒരു പെരുമാറ്റം? ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഞാനും വിൻസിയും ഷൈനും കൂടെ ഉള്ള കോമ്പിനേഷൻ സീൻസ് എടുക്കുന്ന സമയത്ത് വിൻസിയോടും എന്നോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പോരുന്നു കഴിഞ്ഞിട്ട് വിൻസിക്ക് വേറെ സ്കെഡ്യൂളും സീനുകളും ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ്, ഇതുപോലെ തന്നെ ആയിരിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്ന ഒരാൾ അങ്ങനെ അതിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ആണെങ്കിലും എപ്പോഴും ആരോട് സംസാരിച്ചാലും, അത് ഈവൻ സ്ത്രീകളോടൊന്നും മാത്രമല്ല, വെറുതെ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും വെറുതെ ഇങ്ങനെ ഒരു അശ്ലീലം കലർന്ന സംസാരങ്ങളാണ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു തൊഴിലിടത്തിൽ നമ്മളൊരു ജോലി ചെയ്യുന്നൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് അഭിനയം പോലെ ഏറെ പ്രാധാന്യമുള്ള ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഒരാൾ പെരുമാറുമ്പോൾ തുടർച്ചയായി, ഒന്നോ രണ്ടോ തവണയല്ല, പരാതിപ്പെട്ടിട്ടും ആ തരത്തിൽ കൃത്യമായ ഒരു സൊല്യൂഷൻ ലഭിക്കാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു? മാനസികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയത്ത്? തീർച്ചയായും. കാര്യം നമ്മള് ഇങ്ങനെ ഇപ്പം വിൻസി പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റിന് കുറച്ചുകൂടെ അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കാം. അവർക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിന്റെ നെർവസ്നെസ് ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നെ പോലെ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്ന ഒരാൾ അതിന്റെ എല്ലാ നെർവസ്നെസ്സോടും കൂടിയാണ് നിൽക്കുന്നത് അവിടെ. അതിന്റെ പുറത്ത് ഇങ്ങനെ നമ്മളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഭയങ്കര എക്സ്ട്രീം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കമന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കേട്ട് നിന്ന് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ക്യാരക്ടറിലോട്ട് മാറി ഈ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് നമ്മളോട് ഇപ്പൊ അശ്ലീലം പറഞ്ഞ് നിർത്തിയ ആളിനോട് ആ ഡയലോഗ് പറയാന്ന് പറയുന്നതിനകത്ത് ഒരു ഭയങ്കര ഒരു എനർജി ഷിഫ്റ്റും ഒരു വല്ലാത്തൊരു എഫേർട്ടും ഉണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ അത് അസാധ്യമായി വരും. തീർച്ചയായും. പിന്നീട് ഇന്റേണൽ കമ്മിറ്റി വിളിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്, ഈ വിൻസിയുടെ പരാതി വന്ന ശേഷം അല്ലേ? മൊഴിയൊക്കെ എടുത്തു, അങ്ങനെയല്ലേ? വിൻസി ഈ കാര്യം പറഞ്ഞതിന് ശേഷം അതൊരു ഫോർമൽ പരാതിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുമ്പോൾ
എന്റെ കാര്യം, അതായത് കോ ആക്ടർ എന്നുള്ള സഹപ്രവർത്തക എന്നുള്ള കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വിൻസിക്ക് എന്റെ പേര് പറയാനുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു, എന്നോട് കൺസെന്റ് എടുത്തിട്ട് എന്റെ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. കൺസെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാ ഫുൾ സപ്പോർട്ടും വിൻസിക്ക് കൊടുത്തിരുന്നേ. എനിക്ക് മുമ്പോട്ട് വരേണ്ടി വരില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ പിന്നീട് നടന്ന IC മീറ്റിങ്ങിലും ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും വിളിച്ചവരോട് സംസാരിക്കുകയും ഒരു ടെസ്റ്റിമോണിയൽ പോലെ ഞാൻ എഴുതി റിട്ടേൺ ആയിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു എന്റെ എക്സ്പീരിയൻസ്. ഇപ്പോൾ അപർണ ഓസ്ട്രേലിയയിലാണെന്നറിയാം. ഈ കേരളത്തിൽ വന്ന് ഒരു സിനിമയിൽ ഒരു ചെറിയ റോൾ അഭിനയിക്കുന്നു. സിനിമയിൽ വലിയ അനുഭവ പരിചയമുള്ള നടിയുമല്ല. എന്താണ് തോന്നിയത് ഇപ്പോൾ തിരിച്ച് ഓസ്ട്രേലിയയിലെത്തി? എന്താണ് തോന്നിയത് ഈ മാനസികാവസ്ഥ, കടന്നുപോയ സമയത്തെക്കുറിച്ച്? ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് ഒരാളുടെ പെരുമാറ്റം കൊണ്ട് ഇൻഡസ്ട്രിയെ കുറിച്ച് അടച്ചാക്ഷേപിച്ച് പറയാൻ പറ്റില്ലല്ലോ. എത്രയോ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നു. നമ്മളുടെ ഇൻഡസ്ട്രി ഇപ്പോ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ തന്നെ നോക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുക. എന്ത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളും മൂവികളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം സെറ്റിലല്ല ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര നല്ലതായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വരില്ലല്ലോ. അപ്പോൾ ഒരാളുടെ ഇങ്ങനെയുള്ള മോശമായ പെരുമാറ്റം കൊണ്ട് ഇൻഡസ്ട്രി മുഴുവൻ അങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആദ്യത്തെ മൂവിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ലീഡ് ആക്ടർ ഇങ്ങനെ പെരുമാറി എന്നുള്ളത് ഒരു വിഷമകരമായ സംഭവം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ മേലെ നമ്മളെ കംഫർട്ട് ആക്കി നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു ക്രൂ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്കിത് ഇത്രയും ഒരു പ്രശ്നമായിട്ട് തോന്നാനിത്. വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് ഞാനൊരു ചെറിയ റോൾ അതിനകത്ത് ചെയ്യുന്നത്. അധികം ദിവസങ്ങളില്ല, 4-5 ദിവസത്തെ ഷൂട്ടിങ്ങേ ഉള്ളായിരുന്നു. അത്രയും ചെറിയ റോള് ചെയ്യാൻ വന്ന എനിക്ക് അവർ അത്രയും കംഫർട്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്ത്രീകളെ മാത്രം ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ക്രൂവിന്റെ ഒരു പെരുമാറ്റമൊക്കെ വെച്ച് നോക്കി അത് വെച്ചിട്ടേ ഞാൻ ഇൻഡസ്ട്രിയെ കാണുന്നുള്ളൂ. ഷൈൻ ടോമിനെ വെച്ചിട്ട് ഒരിക്കലും ഞാൻ ഇൻഡസ്ട്രിയെ കാണുന്നില്ല. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഇപ്പോൾ സംസാരിച്ചത് അപർണ ഓസ്ട്രേലിയയിൽ നിന്നാണ്. അവർക്ക് ഒരു ഈ സിനിമാ സെറ്റുമായി ബന്ധപ്പെട്ട സിനിമയിൽ അഭിനയിക്കാൻ വന്ന് അവർക്ക് പറ്റിയ ദുരനുഭവം അത് വളരെ വ്യക്തമായി തന്നെയാണ്. വിൻസി പറഞ്ഞ അതേ പരാതിയുടെ സ്വഭാവത്തിൽ തന്നെയാണ് ഇവരും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇന്ന് ലീക്കായ മറ്റൊരു സംഭാഷണം, മറ്റൊരു സന്ദേശം കൂടി കാണാലോ. നിയമങ്ങൾ ഒക്കെ ഇവർ കാറ്റിൽ പറത്തട്ടെ. എല്ലാം ചില സമയത്ത് നമുക്ക് തോന്നുമല്ലോ, ഞാനും എൻ്റെ എന്താ പറയുക കിങ്കരന്മാരും പിന്നെ ബാക്കിയൊക്കെ പ്രളയവുമാണെന്ന് തോന്നണേന് ഒന്നും പറയാനില്ല. അത്രയൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല ഞാനിവിടെ സംസാരിക്കാൻ വരാറുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എടുത്ത എഫേർട്ട് ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ആ കുട്ടി ആഗ്രഹിച്ച പോലെ നിൽക്കുകയും ചെയ്തിട്ട് ഇതാണ് കിട്ടിയ റിസൾട്ട്. അപ്പോൾ അതിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. റാണി ശരൺ എന്ന നടിയാണ്, ഫിലിം ചേംബറിൻ്റെ അംഗമാണ്. ഒപ്പം റാണി ഇന്റേണൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു അംഗം കൂടിയാണ്. ഷൈൻ ടോം ചാക്കോയും വിൻസിയുമായിട്ടുള്ള വിഷയത്തിൽ അന്വേഷണം നടത്തുന്നവരിൽ ഒരാൾ കൂടിയാണ്. ശ്രീ വിനു കിരിയത്ത്, ഇവിടെ നമ്മൾ ഈ ഓഡിയോ സംഭാഷണം കേട്ടു, ഒപ്പം ഈ അപർണയുടെ അനുഭവം നമ്മൾ കേട്ടു. ഇങ്ങനെ ഉള്ള ഒരു നടനാണ്. ഇതിപ്പോൾ സിനിമാ ഇൻഡസ്ട്രിയിൽ ഇയാൾ എത്തരക്കാരനാണെന്നും ഇയാളുടെ സ്വഭാവ സവിശേഷതകളുമൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് ഒരു യോഗത്തിൽ ഫെഫ്ക ഇവളെ വിളിച്ചു വരുത്തുകയും പ്രൊഡ്യൂസറെ വിളിച്ചു വരുത്തുകയും വിൻസിയെയും ഷൈനെയും നമ്മളൊക്കെ എത്രയോ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ് ഒപ്പം ഇരുത്തി ഒരു മാപ്പ് പറഞ്ഞ് ഈ സംഭവം അങ്ങ് നിർത്തി. ഇയാളെ വെള്ളപൂശുകയാണ്. ഇയാൾ നന്നാക്കിയെടുക്കാം, നന്നാവും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നോ ഇത്? ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ ചർച്ച ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരവസരം കൂടെ കൊടുക്കും എന്നല്ല, വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെ? ഇയാള് തിരിച്ച്, അതായത് അയാള് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ലഹരി എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാ സംഘടനകളും കൂടെ തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അതാണ് ഇപ്പൊ ഇവിടെ ഇഷ്യൂ വന്നത്. കാരണം ഇതൊരു വലിയ വിപത്താണ്. സിനിമയ്ക്ക് മാത്രം ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും ഫെഫ്കയും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇയാൾക്കെതിരെ എന്ത് നടപടി എടുക്കണം തീരുമാനിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസം, തമ്മിൽ തല്ലൊന്നും അല്ലാട്ടെ, ഇതൊരു അഭിപ്രായ വ്യത്യാസങ്ങളാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പല ചർച്ചയിലും പറഞ്ഞു, ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ഏറ്റവും ശക്തരെന്ന് പറയുന്നത് നിർമ്മാതാക്കൾ തന്നെയാണ്. അവര് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എടുക്കണമെന്ന് ഓരോ നിർമ്മാതാവും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.
അമ്മയുടെ സംഘടനയ്ക്കും പറ്റില്ല, ഫെഫ്കയ്ക്കും പറ്റില്ല. അപ്പൊ അവര് തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അതാണ് അവരെ ചൊടിപ്പിച്ചതും. അവര് പറഞ്ഞത് ഞങ്ങൾ അറിയാതെ ഇത് എന്ത് തീരുമാനം എടുത്തു എന്ന് ചോദിച്ചത് പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നാണ്. അമ്മ എന്ന സംഘടനയ്ക്ക് ഇയാളെ മാറ്റി നിർത്താനും ഈസി ആയിട്ട് പറ്റും, ഒരു ശിക്ഷ എന്നുള്ളതൊക്കെ. എന്നാൽ നിർമ്മാതാക്കൾക്ക് ആജീവനാന്തം വിലക്കല്ല. ഞങ്ങൾ അയാളെ വെച്ച് സിനിമ എടുക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അയാളെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സംഘടനകൾക്ക് അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ ഇടപെടാം. അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വത പരിഹാരം. ഇപ്പൊ എന്താ വെച്ചാൽ അല്ല, ഇപ്പോൾ ഇന്റേണൽ കമ്മിറ്റിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിഷയം, അന്വേഷണം നടക്കുന്ന ഒരു വിഷയം, പ്രൊഡ്യൂസേഴ്സും ഈ വിഷയത്തിൽ എതിർപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇയാളെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത്, അത് ഫെഫ്കയുടെ ഭാഗത്തു നിന്ന്. ഫെഫ്കയ്ക്ക് ഇതിൽ എന്താണ് റോൾ എന്നുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. തീർച്ചയായിട്ടും ഷൈൻ ടോം ചാക്കോ ഫെഫ്കയിലെ അംഗമല്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം ജോലിയല്ല. അതിനകത്ത് ഒരുപാട് ടെക്നീഷ്യൻസും ഉണ്ട്, സംവിധായകനുണ്ട്, അവരെല്ലാം ടെക്നീഷ്യൻസും, തിരക്കഥാകൃത്തുണ്ട്, ഗാനരചയിതാവുണ്ട്. അവരുടെ സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണനും സി വി മലയിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു അഭിപ്രായം പറഞ്ഞത് കൊണ്ടുണ്ടായ ഇഷ്യൂസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയെങ്കിലും എല്ലാ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർ ചേർന്ന് ഇതിനൊരു തീരുമാനമെടുക്കുക. രണ്ടാമതൊരു കുട്ടിയും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്ത് കള്ളമില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വായിൽ നിന്ന് പൊടി വന്ന കാര്യവും അവരുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ രണ്ട് പെൺകുട്ടികൾ പറയുമ്പോൾ പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ലഹരിക്കെതിരെ എല്ലാ രംഗത്തു നിന്നും അതിശക്തമായി ഒരു ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, ബോധവൽക്കരണം. ആ സമയത്ത് തീർച്ചയായിട്ടും സിനിമാ ഇൻഡസ്ട്രി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമായിരിക്കണം ഇതിന്റെ ക്ലൈമാക്സ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഒരുപാട് ചീത്തപ്പേര് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ചീത്തപ്പേരാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരു സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന തെറ്റിന് എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നു. സിനിമാക്കാരെ മൊത്തം പഴി കേൾക്കുന്നു, ഒരുപാട് നടന്മാർ പഴി കേൾക്കുന്നു. 95% ആത്മാർത്ഥമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. വളരെ കുറച്ചു പേരാണ് ഈ പ്രശ്നക്കാരെങ്കിൽ അവരെ മാറ്റി നിർത്തണം. അത് തന്നെയാണ് വേണ്ടത്. അല്ല, ഈ അപർണ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്, അതായത് അവർ ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് അഭിനയിച്ച ഒരു സ്ത്രീയാണ്. ആദ്യം മുതൽ തന്നെ ഇയാളുടെ ബിഹേവിയർ വല്ലാതെ ഇവരെ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നുണ്ട്, എല്ലാ തോതിൽ പെരുമാറുന്നുണ്ട്. ഒരു വാക്ക് ഉപയോഗിച്ചാൽ അതിൽ എല്ലാ വാക്കുകളിലും അവർ ഉപയോഗിക്കുന്ന ലൈംഗിക സ്വരമാണ്, അത്തരത്തിലുള്ള രീതിയാണ് ഇയാൾക്ക്. അപ്പോൾ ഈ ഒരാളെ വെച്ച് മാത്രമല്ല താൻ മലയാള സിനിമയെ അളക്കുന്നത്. അങ്ങനെ 95% ആളുകളും താങ്കൾ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്, നല്ല വേൾഡ് ക്ലാസ് സിനിമകൾ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയാണ്. അവിടെയാണ് ഇത്തരക്കാർ. അപ്പോൾ ഇത്തരക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഇത്തരക്കാർക്കെതിരെ ഉചിതമായ നടപടികൾ സംഘടനകൾ എടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിയമമൊന്നും ഒരു തരത്തിലും ഇവിടെ ശിക്ഷിക്കില്ല, അതിനുള്ള പഴുതുകളൊക്കെ അവർക്ക് വളരെ കൃത്യമായി അറിയാം. അപ്പോൾ ഈ സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അവരാണ് തീരുമാനിക്കേണ്ടത്. ഈ പറഞ്ഞ ആളുകളാണ് വിളിച്ചു വരുത്തി അവരെ കോംപ്രമൈസ് ചെയ്ത് പിടിക്കുന്നത്. ശ്രീ വിനു കിരിയത്ത്, ഇവിടെ പൊതുവെ പൊതുജനം പറയുന്ന ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എപ്പോഴും ഹീറോസിന്റെ കൂടെയാണ് സംഘടനകൾ എന്ന് പൊതുവെ ഒരു പരാതിയുണ്ട്. എന്നാൽ കോ ആർട്ടിസ്റ്റ്, അത് പുരുഷനായപ്പോൾ അവർക്കൊരു ഇഷ്യൂ വന്നാൽ സംഘടനകൾ നിൽക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കംപ്ലൈന്റുകൾ ഇങ്ങനെ കിടക്കുന്നു, അവരോടൊപ്പം നിൽക്കുന്നത്. ഉദാഹരണം തന്നെ തിലകൻ ചേട്ടന്റെ ഇഷ്യൂവും ഒക്കെ ജനങ്ങൾ പറയുന്നുണ്ട്. അമ്പിളിച്ചേട്ടൻ, സുകുമാരൻ, ഇവരെയൊക്കെ ഒരു കാലത്ത് പുറത്താക്കിയതാണ് സംഘടന. എന്നാൽ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. ശ്രീ വിനു കിരിയത്ത്, ശ്രീ കല്ലിയൂർ ശശി നിർമ്മാതാവ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കല്ലിയൂർ ശശി, ഇന്ന് പുറത്തു വന്ന ചില ഓഡിയോകൾ, അതാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഫെഫ്ക ഷൈൻ ടോം ചാക്കോയെ വിളിച്ച് ചർച്ച നടത്തി ഒരവസരം കൂടി നൽകണം എന്ന് പറഞ്ഞതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഫെഫ്ക അത് പറഞ്ഞത് അസ്ഥാനത്തായി പോയി അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇതിന്റെ ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ സൂത്രവാക്യത്തിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ നടക്കുന്ന സമയത്ത് തന്നെ, അതിനു മുമ്പായി തന്നെ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുക, ഞങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട്, പിന്നെ ഇനി ഒരു അവസരം കൂടി കൊടുക്കാം എന്നെല്ലാം. ഇത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഫെഫ്കയോ മറ്റാരും തീരുമാനിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. താക്കീത് കൊടുക്കാനും പിന്നെ ഒരു വട്ടം കൂടി ചാൻസ് കൊടുക്കാനും ഒന്നും അവരെ അങ്ങനെ ആരും തീരുമാനിച്ചിട്ടുമില്ല. അപ്പം ഫെഫ്ക മാത്രം വിചാരിച്ചതുകൊണ്ട് ഒരാളിന് ഒരു വട്ടം കൂടി കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ച് ശാസിക്കാൻ പറ്റുമോ? ഇതൊന്നുമില്ല. അപ്പം അവര് അസ്ഥാനത്ത് നടത്തിയ ഒരു അതിന്റെ എന്താണ് വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അസ്ഥാനത്ത് നടത്തിയ ഒരു പത്രസമ്മേളനത്തിലെ കുഴപ്പങ്ങളാണ് ഈ ശബ്ദ സന്ദേശങ്ങളിലെല്ലാം വന്നതിന്റെ
രോഷം പ്രകടിപ്പിച്ചതാണ് ഈ ശബ്ദ സന്ദേശങ്ങൾ. മറ്റുള്ളവർ സ്വാഭാവികമായ രോഷം ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ന് പറയുന്നത് അത്യന്താപക്ഷം ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ്. ഇദ്ദേഹത്തിന് സിനിമയ്ക്ക് ഇദ്ദേഹത്തിന്റെ പ്രോജക്റ്റുകൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കാനുള്ള പവർ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അവർ ഉചിതമായ സമയത്ത് അതിനൊരു തീരുമാനം എടുക്കും. വൈകിട്ടൊന്നുമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഉചിതമായ ഒരു തീരുമാനം ഉടൻ ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട. ഈ സൂത്രവാക്യം സിനിമയുടെ പ്രൊഡ്യൂസർ ശ്രീ കല്ലൂർ ശശി, അദ്ദേഹം അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാളാണെന്ന് മനസ്സിലാകുന്നു. ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ രീതികളൊന്നും അറിയാത്ത ഒരാളായിരിക്കും. ഇദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കോംപ്രമൈസ് ആക്കണമെന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടെന്നാണ് കേൾക്കുന്നത്. അല്ല, അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിരുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനിതുവരെ കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇവിടുത്തെ രീതികളും മറ്റും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അദ്ദേഹം അവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നിർബന്ധിച്ചു, നമുക്കൊന്ന് ഫെഫ്കയിൽ പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാണെന്നാണ് യാഥാർത്ഥ്യമെന്നാണ് ഞാൻ അറിയുന്നത്. ഒരു നിർമ്മാതാവാണ്, അദ്ദേഹത്തിന് മറ്റു മാർഗ്ഗമില്ല. കാരണം സിനിമ റിലീസ് ചെയ്യണം, ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം, പണം മുടക്കിയ ആളാണ്. അദ്ദേഹത്തിന് മുന്നിൽ വേറെ മാർഗമില്ല. കാരണം അദ്ദേഹം ഒരു കേരളീയനല്ല, ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ് അതിന്റെ നിർമ്മാതാവ്. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശരി അവിടെയെങ്കിലും ഒരു പഴുത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, സഹായം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൂട്ടിക്കൊണ്ട് പോയതായിരിക്കാം എന്നേ പറയാനുള്ളൂ. പക്ഷെ സ്വാഭാവികമായും അതിനെതിരെ രോഷമുണ്ടാകാം. ആ രോഷമാണ് ഇതിലെ അംഗങ്ങൾ പ്രകടിപ്പിച്ചത്. അംഗങ്ങളും ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ സജി നന്ദ്യാട്ടും പ്രകടിപ്പിച്ചത് ഇതിന്റെ രോഷമാണ്. പക്ഷെ ഇതിൽ കേൾക്കുന്നതെല്ലാം പുള്ളിയെ ഭീഷണിപ്പെടുത്തി അവിടെ വരാൻ പറഞ്ഞു, വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്തു എന്നൊക്കെയാണ്. അതുകൊണ്ടാണ്. അല്ല, ഇങ്ങനെ ഒരു വാശി ആർക്കായിരിക്കാം? ഇങ്ങനെയൊരു ഈ പറഞ്ഞ ഫെഫ്കയിൽ നിന്ന് ഇങ്ങനെ നിലപാടെടുക്കുന്ന ആരാ? എന്തിൻ്റെ പേരിലാണ് ഇതിന് നിലപാടെടുക്കേണ്ടത്? കാരണം ഒരു പ്രശ്നം എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നതാണ്, വ്യക്തമായ തെളിവുകളുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു നടിയും ഷൈനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ഇന്റേണൽ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ മൊഴികളെല്ലാം ഇവർക്ക് മുന്നിൽ ഉള്ളപ്പോഴാണ് ഫെഫ്ക പോലൊരു സംഘടന രംഗത്തിറങ്ങുന്നത്. ഇത് ആരുടെ താല്പര്യമായിരിക്കാം ശ്രീ കല്ലൂർ ശശി? അല്ല, താല്പര്യത്തിന്റെ പ്രശ്നമല്ല. ഇപ്പം അപർണ എന്ന് പറയുന്ന ആ ഒരു അഭിനേത്രി ഒരു കംപ്ലൈന്റ് പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നേരത്തെ സോഷ്യൽ മീഡിയയിലും ആ കംപ്ലൈന്റ് ഞാൻ വായിച്ചായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടി അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ ഇങ്ങനെ ഒരു സംഭവം? അതെ, അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് പരാതി കൊടുത്തിട്ടില്ല? കൊടുത്തു. അവർ പറഞ്ഞില്ല. ഒരാളിന്റെ കയ്യിൽ ഒരാളിന് വശം ഇത് പറയുകയും അയാൾക്ക് ഈ സെറ്റിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് അയാൾ പരിഹരിക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. അവരൊരു അഡ്വക്കേറ്റ് ആണ്, നടിയാണ്, അവർ അവിടുത്തെ കമ്മിറ്റിയിലെ അംഗമാണ്. അംഗമാവാൻ പറ്റില്ലല്ലോ. അംഗമാവാൻ പറ്റില്ല. ഇൻസൈഡിലെ പെണ്ണുങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന ലേഡീസ് മാത്രമേ അംഗമാവാൻ പറ്റൂ. അതെ, ഒരു ലേഡിയാണ്, അഭിഭാഷകയ്ക്കാണ് പരാതി കൊടുത്തത്. അവരുടെ പേര് ഞാൻ പറയാം, അവരുടെ പേര് എനിക്കറിയാം. നിയന്ത്രിക്കുന്നത് അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ, ശ്രീ കല്ലൂർ ശശി, അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ, അവർക്കാണ് പരാതി. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ പരാതി കൊടുത്തു. അത് അവർ നടപടിയെടുത്ത് സംസാരിച്ചിട്ടുണ്ടാവണം. അല്ല, അവരെന്താ ചെയ്തതെന്ന് അറിയാമോ? അവർ ചെയ്തത് എത്രയും പെട്ടെന്ന് ഇവരുടെ സീനുകൾ പൂർത്തിയാക്കി അവരെ പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് ഉള്ള സ്ത്രീയാണ്, അവരെ പറഞ്ഞു വിട്ടു. ഷൈനൊപ്പമുള്ള രംഗങ്ങൾ പലതും ഒഴിവാക്കി. അങ്ങനെ ആ പരിപാടി പരിഹരിച്ചു. അതാണ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉണ്ടായിട്ടും ഒരു സിനിമാ സെറ്റ് നടക്കുന്നത്. അവിടെ പരിഹരിക്കപ്പെട്ടത് കൊണ്ടാവാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത്. ഇത് ആക്ച്വലി അതിന്റെ ഒരു റിപ്പോർട്ട് കമ്മിറ്റി ഉണ്ട്, മറ്റേ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, അവിടെ വരണം. ആ റിപ്പോർട്ട് വളരെ ഇതാണ്, നടപടി എടുക്കേണ്ട കാര്യമാണെങ്കിൽ ആ നടപടിയെ എടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ ചുമതലപ്പെടുത്തും. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. പക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇവിടെ വന്നിട്ടില്ല ഇതുവരെ, നമ്മളെ മുന്നിലേ വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അറിയാതെ പോയതായിരിക്കാം. പക്ഷേ നിരന്തരം ഇങ്ങനെ പല ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഉയരുന്ന സാഹചര്യം ഇന്ന് വിലയിരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഉചിതമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗിൽ ഉചിതമായ ഒരു തീരുമാനമുണ്ടാകും. അത് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. അതെ, ഷൈന് ഇത് പറഞ്ഞ പോലെ അവസരം നൽകുകയാണോ അതോ താക്കീത് കൊടുക്കുകയാണോ, ഒഴിവാക്കുകയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഉചിതമായ തീരുമാനം ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിപ്പോ പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ താക്കീത് കൊടുത്തിട്ടുള്ള ശീലമൊന്നുമില്ല. താങ്കൾക്കും അറിയാമല്ലോ, ഈ നമ്മളെ ശ്രീനാഥ് ഭാസിയുടെ വിഷയത്തിൽ
ഷൈൻ ടോം അല്ല ഷൈൻ നിഗാമിന്റെ ഇത് വിഷയത്തിലും ഷെയ്ൻ നിഗം 3 മാസം എല്ലാരും വീട്ടിലിരുന്നില്ലേ? അതിനുശേഷമല്ലേ അവര് തിരിച്ചു വന്ന് അഭിനയിക്കാൻ തുടങ്ങിയുള്ളൂ. അത് എങ്ങനെ മാറ്റം, എന്ത് ചെയ്യണം, ഞങ്ങൾ ആരെയും വിലക്കും ഒന്നുമില്ല, ഞങ്ങൾ സഹകരിക്കില്ല, അത്രേ ഉള്ളൂ. ശരി, നന്ദി ശ്രീ കല്ലിയൂർ ശശി. നിർമ്മാതാവ് ശ്രീ കല്ലിയൂർ ശശിയാണ് സംസാരിച്ചത്. വിനു, ഇവിടെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എല്ലാ സിനിമകളിലും വേണം, IC വേണമെന്നുള്ള നേരത്തെ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഈ ICക്ക് പരാതി കൊടുത്ത പെൺകുട്ടിയാണ് അവരുടെ അനുഭവം നമ്മളോട് പറഞ്ഞത്. ഈ ഷൈൻ ടോം ചാക്കോയുടെ ബിഹേവിയർ വല്ലാതെ മോശമായപ്പോൾ ICക്ക് പരാതി കൊടുക്കുന്നു. അവിടെ ഒരു അഡ്വക്കേറ്റായ സൗജന്യ വർമ്മ അവിടെയുണ്ട്, അവർക്ക് പരാതി കൊടുക്കുന്നു, തൻ്റെ ബുദ്ധിമുട്ട് പങ്കുവെക്കുന്നു. അതിനവർ ചെയ്ത പരിഹാരമെന്ന് പറയുന്നത് ഷൈനെ ഉപദേശിക്കുകയോ ഷൈനെ നിയന്ത്രിക്കുകയോ ഷൈനോട് ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുകയല്ല. ആ പെൺകുട്ടിയെ കുറച്ച് സീനുകൾ അഭിനയിപ്പിച്ചിട്ട് അവർ തിരികെ പോയി. അതിനുശേഷം അവർ ഈ ഷൈനുമായുള്ള സീനുകളൊക്കെ കുറേയൊക്കെ വെട്ടിക്കുറച്ചു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയി. പക്ഷേ വിൻസിക്ക് അത് സാധിച്ചില്ല. കാരണം ത്രൂ ഔട്ട് ഷൈനൊപ്പം അഭിനയിക്കേണ്ട ഒരു സ്ത്രീയായിരുന്നു, ലേഡിയായിരുന്നു അവർ. അതുകൊണ്ടാണ് വിൻസിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പ്രശ്നമായത്. ശ്രീ വിനു, ഇവിടെ ഈ ICയുടെ റിപ്പോർട്ട് പുറത്ത് വരാത്ത സ്ഥിതിക്ക് ഇതുവരെ വന്നിട്ടില്ല. കല്ലിയൂർ ശശി പറഞ്ഞത് കറക്റ്റാണ്. റിപ്പോർട്ട് വരാത്തിടത്തോളം നമുക്കിതെല്ലാം കേട്ടറിവ് മാത്രമേ ഉള്ളൂ. റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം അത് 3 പ്രധാനപ്പെട്ട എല്ലാ സംഘടനകൾക്കും അതിന്റെ കോപ്പി പോയതിനു ശേഷം എല്ലാവരും കൂടെയാണ് തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. പെട്ടെന്നുള്ള ഒരു പത്രസമ്മേളനമായിരിക്കാം ഒരുപക്ഷെ ഇവരെയൊക്കെ ചൊടിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതാണിപ്പോ കല്ലിയൂർ ശശിയും പറഞ്ഞത്. എന്തായാലും ഇത്തരക്കാരെയും വെച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് പോകുന്നത് ആ 2 പ്രത്യേകിച്ച് നമ്മള് സ്ത്രീകൾക്ക് ഒരുപാട് മാന്യത കൊടുക്കുന്ന ഒരു സംസ്ഥാനം അല്ലെ ഒരു സിനിമ രംഗവും അങ്ങനെ തന്നെയാണെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു തക്കതായ, കല്ലിയൂർ ശശി പറഞ്ഞ പോലെ തക്കതായ നടപടി തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ലഹരി എന്ന് പറയുന്നത് നാടിന്റെ വിപത്ത് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പോലീസ് തന്നെ ഹൈബ്രിഡ് കേസിൽ ശ്രീനാഥ് ബാസിയും ഷൈനെയും വരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മറ്റന്നാളോ ആണെന്ന് തോന്നുന്നു. അതുമെല്ലാം ഇത് കണക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് കയറി ഒരു ഡിസിഷൻ ഒരു സംഘടനയും എടുക്കാതെ എല്ലാ സംഘടനകളും ചേർന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. കാരണം ഇൻഡസ്ട്രിക്കാണ് ഇത് ചീത്തപ്പേര് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് എന്റെ വ്യക്തമായ അഭിപ്രായവും ശക്തവും എന്റെ പേഴ്സണൽ അഭിപ്രായവും അത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും പഴി കേൾക്കുന്നു. സിനിമാക്കാർ മൊത്തം ചീത്തയാണെന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നു. നല്ലൊരു ശതമാനം പേര് ഞാൻ പറഞ്ഞ മാന്യമായി ജീവിക്കുന്നവരെയും കൂടെ ദയവ് ചെയ്ത് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്നൊരു തോന്നൽ ജനങ്ങൾക്കും ഉണ്ടാവും. കാരണം പ്രേക്ഷകനില്ലെങ്കിൽ സിനിമയില്ല. അതുകൊണ്ട് പ്രേക്ഷകരും ഇതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരും കാത്തിരിക്കുന്നത്, നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട്. അല്ലാതെ ആരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. തെറ്റുകാരനാണെങ്കിൽ ആ ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ, വന്നിട്ട് അതിനകത്ത് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവര് സീരിയസ് ആയിട്ട് തന്നെ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇന്റേണൽ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആളാണ് ഇപ്പോൾ നിരാശയായി പ്രതികരിച്ചത്. കാരണം ഇത്രയധികം ജോലി ചെയ്തിട്ടും ഇത്രയധികം സമയം മെനക്കെടുത്തിട്ടുമൊക്കെ വളരെ പെട്ടെന്നൊരു പരിഹാര സമിതി ഉണ്ടാവുകയും ആ പ്രശ്നത്തെ ആ തരത്തിൽ കാണുകയും ചെയ്തു. രാഹുൽ ഈശ്വർ, ഇവിടെ ഇന്നിപ്പോൾ ഫെഫ്കയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ചേംബറിൻ്റെ ഭാഗത്തു നിന്ന് സജീവതയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്റേണൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടക്കുമ്പോഴാണ് ഫെഫ്ക ഇടപെട്ട് ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. ഇതാരുടെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നൊക്കെയാണ് പ്രയോഗം. ഇതാരുടെ താല്പര്യമാണ്? എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഈ വിഷയം നമ്മുടെ പൊതുമധ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു നടനെ വളരെ പെട്ടെന്ന് നന്നാക്കിയെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? സിനിമാ ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഒരുപാട് നാണക്കേടും മോശവും മാത്രമേ ഉണ്ടാവൂ. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വളരെ ഗ്ലിറ്റ്സും ഗ്ലാമറുള്ള ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ നടക്കുന്ന ഇത്തരം തർക്കങ്ങളോ പടലപ്പണക്കങ്ങളോ അതും ഡ്രഗ്സ് ഇഷ്യൂ പോലത്തെ ഒരു കാര്യത്തിൽ പോലും ഒരുമിച്ചൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ 8 മമ്മൂഞ്ഞുള്ള പ്രയോഗങ്ങൾ വളരെ വളരെ എന്താ പറയണേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഈ പരസ്പരമുള്ള വടംവലികളുടെ ഭാഗമായിട്ടാണോ, ഈഗോ ബാറ്റിൽസിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല. രണ്ട് വിഷയങ്ങളാണ് ഞാൻ 2-3 പ്രതികരണങ്ങൾ എന്നോടനുബന്ധിച്ച് കാണുകയുണ്ടായി. ഇത് സിനിമാക്കാർ ഈ രംഗത്ത് ഒരുമിച്ച് നിന്ന് ഒരു നിലപാടെടുക്കുകയും ആ നിലപാട് വിജയിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ശ്രീ വിനു കിരിയത്ത് ഞാനൊക്കെ കഴിഞ്ഞ ചർച്ചകളിൽ വരുന്നതാണ്. ശ്രീ വിനു കിരിയത്ത് പറഞ്ഞ പോലെ സാധാരണക്കാർ നോക്കുമ്പോൾ അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയുടെ ഉള്ളിലൊരാളാണ്.
സിനിമ ഇൻഡസ്ട്രി മോശമാണെന്നും അതിലൊരു ക്ലീനപ്പ് ഇല്ലെന്നും തുടങ്ങിയ ഫീലിംഗ് ഉണ്ടായിരുന്നു. ന്യൂസ് 18 തന്നെ ചർച്ചയിലാണ്, ആളുടെ പേര് പറയുന്നില്ല, ഒരാളിരുന്ന് ഞങ്ങൾ അതിൽ കാര്യമായിട്ടൊന്നും ഇടപെടില്ല, ഞങ്ങൾ വേണമെങ്കിൽ പോലീസിന് പരാതി ഫോർവേഡ് ചെയ്യും തുടങ്ങി അവിടെയും ഇവിടെയും തൊടാത്ത നിലപാടെടുത്ത് ഞാനും ശ്രീ പണിക്കരും ഒക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ. അപ്പോൾ ഇത് സിനിമ ഇൻഡസ്ട്രിയെ സമൂഹ മധ്യത്തിൽ തെറ്റായി കാണിക്കാനും സിനിമ ഇൻഡസ്ട്രി ഇത്തരം കാര്യങ്ങളിൽ സീരിയസ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനും ആ പ്രതീതി ഉണ്ടാക്കാനും ആവും. അങ്ങനെയല്ല, ഏത് നിലപാടാണെങ്കിലും ആ നിലപാടെടുക്കുകയും പരസ്പരം ആശയവിനിമയം നടത്തുകയും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കുകയും ആ നിലപാടെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മൂവി ഇൻഡസ്ട്രിയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്താണ് ആ റിപ്പോർട്ട് വരിക എന്നറിയില്ല, പോലീസ് ആക്ഷൻ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമീപനമെടുത്ത് ആ സമീപനം വിജയിപ്പിക്കണമെന്നുള്ളതാണ് വെളിയിൽ നിൽക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ പൊതുസമൂഹത്തിന് തോന്നുക. അല്ല, അത് പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമല്ലോ. ഇത്തരം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മുടെ മുന്നിൽ നടി വന്ന് സംസാരിച്ചിരുന്നു. രാഹുൽ ആ സമയത്ത് ലൈനിലുണ്ടായിരുന്നില്ല. അപർണ എന്ന നടി നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുകയാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ വിൻസിക്ക് പറ്റിയതുപോലെ തന്നെ സമാനമായ അനുഭവം അവർ തുറന്നു പറയുകയാണ്. അവർ അവിടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുന്നിലൊക്കെ പരാതി കൊടുത്ത ഒരാൾ കൂടിയാണ്. അവരെ വീണ്ടും വിളിപ്പിച്ചു വിൻസിന്റെ വിഷയം വന്നതിന് ശേഷം. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിൽ നമ്മുടെ ഫെഫ്ക പോലെയുള്ള പ്രതീക്ഷയോടെ നമ്മൾ കാണുന്ന ഒരു സംഘടന, ഫെഫ്കയുടെ രൂപീകരണമൊക്കെ നമുക്കറിയാം എന്തിൻ്റെ പേരിലായിരുന്നു എന്നൊക്കെ. അത്തരത്തിലുള്ളൊരു സംഘടനയുടെ പ്രതിനിധികൾ അങ്ങനെ കാണുന്നില്ല. വിളിച്ചു വരുത്തി കോംപ്രമൈസ് ചെയ്ത് വിടുകയാണ്, രണ്ടുപേരെയും കൈകൊടുത്ത് വിടുകയാണ്. ശ്രീ ഷൈൻ ടോം ചാക്കോയെ രക്ഷിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ആ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ പോലും ഒരു നൈതികതയും കാര്യങ്ങളും വേണം. ഷൈനിന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണ്. ആദ്യം അത് പറയുകയുണ്ടായി, വീണ്ടും എന്താ പറയുക, സിനിമയിലേക്ക് ഒരു ചാൻസ്, പിന്നീട് പറഞ്ഞു വീണ്ടും ജീവിതത്തിലേക്ക് ഒരു ചാൻസാണ്. ഇതൊന്നും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, ഇത്രയും സെൻസിറ്റീവായ വിഷയങ്ങളിൽ പോലും, ഡ്രഗ്സ് അടക്കമുള്ള ക്രിമിനൽ വിഷയങ്ങളിൽ പോലും ഒരു സെയിം സമീപനം എടുക്കാൻ കഴിയുന്നില്ലെന്നുള്ള സീരിയസ് ആണ്. എനിക്ക് തോന്നുന്നു പോലീസ് കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഷൈന് കൂടുതൽ മുറുകുകയാണ് ഉണ്ടാകുക. ഷൈന് കൂടുതൽ എന്താ പറയണേ, ആ ലോക്ക് മുറുകുകയാണ് ഉണ്ടാകുക. കുറെ കൂടെ സീരിയസ് ആയ വിഷയങ്ങൾ എടുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും. സജിത് അന്ത്യാട്ട് ടെലിഫോണിലാണ്. സജിത് അന്ത്യാട്ട്, ഈ താങ്കളുടേതായ ഒരു ഓഡിയോ ഇന്ന് പുറത്തു വന്നിരുന്നു. അത് ആരോടുള്ള രോഷത്തിന്റെ പേരിലായിരുന്നു അത്തരമൊരു സംഭാഷണം? ഞങ്ങളുടെ ഒരു സംഘടനയാണല്ലോ, ഞങ്ങളുടെ അഫിലിയേറ്റ്സ് ആണ്. ഞാനും പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണ്. ഞങ്ങളുടെ ഒരു ഏരിയയിലേക്ക് മറ്റുള്ളവർ കടന്നു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം അവിടെ ഒരു മൊഴി പ്രതിയും കൊടുത്തു. ICയുടെ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടില്ല. പിറ്റേ ദിവസം തെളിവെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഒരു സംഘടന ഇവരെ എല്ലാം വിളിക്കുന്നു, അതിന്റെ പ്രൊഡ്യൂസറെ ഉൾപ്പെടെ വിളിക്കുന്നു. എന്നിട്ട് ഇവർക്കൊരു ചാൻസ് കൂടെ കൊടുത്തുകൂടെ എന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ നിഷ്പക്ഷമായി അവിടെ മൊഴിയെടുക്കുന്ന ഐസിക്ക് പവർഫുൾ ബോഡിയാണ്, അവരെ അത് സ്വാധീനിക്കും, അത് അനുചിതമാണ്. രണ്ട്, അതിൽ ഒരു ദുരൂഹത പലരും ആരോപിക്കുമ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു മെമ്പറായ ഒരു പ്രൊഡ്യൂസറെ ഫെഫ്കയ്ക്ക് വിളിച്ചു വരുത്താൻ എന്ത് അധികാരം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം. രണ്ട്, ഇതിന്റെ പ്രൊഡ്യൂസറെ അവിടെ വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ അതിന്റെ പ്രൊഡ്യൂസറെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അവിടെ പോയത്? അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഹലോ കേൾക്കാം സർ, കേൾക്കാം. എന്നോട് അദ്ദേഹം പറഞ്ഞു, എന്നെ കമ്പൽ ചെയ്ത്, ദേ കമ്പൽ മീ ടു ഗോ ദേർ ത്രൂ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളോട് പറഞ്ഞത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഐ എക്സ്പ്ലെയിൻഡ് എവറിഥിങ് ദേർ, ദെൻ ഐ ബെഗ് ദം സേവ് മീ. ഞാൻ പറഞ്ഞു, അത് അവരുടെ ജുറിസ്ഡിക്ഷൻ അല്ല. നിങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണ്, ഫിലിം ചേംബർ മെമ്പറാണ്. നിങ്ങളെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിക്കാനോ, നിങ്ങളെ അവിടെ വിളിച്ചു വരുത്തി പത്രക്കാരുടെ മുമ്പിൽ ഞങ്ങളാണെല്ലാം, ലൂയി 14 പറഞ്ഞൊരു വാചകമുണ്ട്, ഐ ആം ദ സ്റ്റേറ്റ്, ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം അവിടെ കൊടുക്കുകയാണ്. അത് ശരിയല്ല. ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായ അധികാര പരിമിതികളുണ്ട്. ഒരു ഡയറക്ടറെ വിളിച്ച് താക്കീത് കൊടുക്കാൻ ഫെഫ്കയ്ക്ക് അധികാരമുണ്ട്. ക്യാമറമാനോ ടെക്നീഷ്യനോ ആരും ആയിക്കോട്ടെ, അവരെ വിളിക്കാനും താക്കീത് കൊടുക്കാനും ഫെഫ്കയ്ക്ക് അധികാരമുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഒരു മെമ്പറെ അവിടെ വിളിച്ചു വരുത്തി ഈ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞ പക്ഷം, ഇപ്പോൾ അദ്ദേഹം മാറ്റി പറയുന്നുണ്ട്, അത് പ്രഷർ കൊണ്ടാണ്, അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾ ഫെഫ്കയെ അംഗീകരിക്കുന്നവരാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ ഗഡ്ജ് ഒന്നുമില്ല. ഞങ്ങൾ അവരെ അംഗീകരിക്കുന്ന ഒരു അസോസിയേഷനാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ICയുടെ റിപ്പോർട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ വന്നിട്ടില്ല.
എന്ത് തീരുമാനിക്കണമെന്ന് പോലും ICയുടെ റിപ്പോർട്ടിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഈ മാധ്യമങ്ങളിൽ വന്നതുപോലെ കൈകൊടുത്ത് പിരിഞ്ഞതാണോ? ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഈ സാഹചര്യത്തിൽ അതിൽ ഫെഫ്ക ഇടപെട്ടത് ഒട്ടും ശരിയായില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടണം. ഞങ്ങളുടെ ഏരിയയിൽ മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടത്. അതൊരിക്കലും അവിടുന്ന് മറ്റൊരു ചാനലുകളിലൊക്കെ പോകാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതിനകത്ത് ആരോ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞത് തന്നെയാണ്, 1000 ദിവസം പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് 1 മണിക്കൂറെങ്കിലും ആണായിട്ട് തന്റെ ഇടത്തോടെ ജീവിക്കുന്നത് നല്ലതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, തെളിവെടുപ്പുകൾ നടക്കുന്നുണ്ട്, കേസുണ്ട്. എന്നിട്ടും ഈ ഷൈനെ ഇങ്ങനെ വെള്ളപൂശാൻ, രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ തന്നെ ആയിരിക്കില്ലേ ഇത്ര ഒരു ഇടപെടൽ നടത്തിയത് ശ്രീ സജി? അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ പല സംശയങ്ങളും ഉണ്ട്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഷൈൻ ജോൺ ചാക്കോ എന്ന് പറഞ്ഞ ആളെ വിലക്കാനോ പറഞ്ഞു വിടാനോ അല്ലല്ലോ ഞങ്ങൾ ശ്രമിച്ചത്. മറിച്ച് എന്താണോ IC പറയുന്നത്, ICയെ കുറിച്ച് നമ്മുടെ ഒരു ധാരണ തന്നെ മാറ്റണം. കാരണം പോഷ് ആക്ട് ഉൾപ്പെടെ സിവിൽ നേച്ചറുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഒരു ലീഗൽ ബോഡിയാണ് IC. ആ ICയുടെ കാര്യങ്ങൾ ഇടപെടാൻ ഞങ്ങൾക്ക് ആർക്കും അവകാശമില്ല. ആ IC സ്വതന്ത്രമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തീരുമാനമെടുത്ത് വിൻസി എന്താണ് അവിടെ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. പത്രങ്ങളിൽ വരുന്നതനുസരിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ICയുടെ റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രേഖയിൽ അത് തികച്ചും അനുചിതമാണ്. അത് പ്രതിഷേധാർഹമായ കാര്യമാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഞങ്ങളുടെ പ്രൊഡ്യൂസറെ ഫെഫ്കയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയത് ഒട്ടും ശരിയായില്ല. ഞങ്ങൾ തിരിച്ചൊരു ടെക്നീഷ്യനെ വിളിച്ച് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയാണോ? അല്ലല്ലോ. അതുകൊണ്ട് ന്യൂസ് 8-യിലെ രഞ്ജിത്ത് രാമേന്ദ്രനെ വിളിച്ച് വഴക്ക് പറയാൻ ഏഷ്യാനെറ്റിലെ MDക്ക് അവകാശമില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളത് പറഞ്ഞത്. നിഷ്പക്ഷമായി കാര്യങ്ങൾ നടക്കണം. ഉപ്പ് തിന്നതും വെള്ളം കുടിക്കും, ഒരു സംഘം വേണ്ട. പൊതുസമൂഹത്തിന് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ. പൊതുസമൂഹമാണ് ഞങ്ങളുടെ സിനിമ കാണുന്നത്. അവർക്ക് ബോധ്യം വരണം. അത് നിയമം നടപ്പിലാക്കിയെന്നും നീതി നടപ്പിലാക്കിയെന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇത് ഈ സിനിമാ മേഖലയിലെ ഒരു ശാക്തിക പോരാട്ടമായി മാറുന്നുണ്ടോ ശ്രീ സയ്യദ്യാട്ട്? ആത്യന്തികമായി ഈ പ്രശ്നം പരിഹരിക്കുക, ഈ ഇത്തരക്കാരെ വെച്ചു ഉറപ്പിക്കാതിരിക്കുക, അങ്ങനെ തീരുമാനങ്ങളിലേക്ക് ഐക്യത്തോടെ എത്തേണ്ട ഒരു മേഖല കൂടിയാണല്ലോ ഇത്. തീർച്ചയായും രഞ്ജിത്ത് പറഞ്ഞ വളരെ കൃത്യമാണ്. ഒരുമിച്ച് ഒറ്റക്കെട്ടായതോടെ ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട്. നമ്മക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഈ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഗവൺമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പുറം നമ്മളൂടെ നമ്മുടെ രീതിയിൽ ഈ ഒരു ഇടങ്ങളിൽ, ഞങ്ങളുടെ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതമായിരിക്കണം. അവർക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ വർക്ക് പ്ലേസിലും അവർ യാതൊരു വിധത്തിലുള്ള ഹറാസ്മെന്റിനും അവർ വിധേയരാകരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഷൈൻ ജോൺ ചാക്കോയ്ക്ക് ഒരു അവസരം കൊടുത്തുകൂടെ? അത് ഞങ്ങൾ കൊടുക്കില്ലെന്നോ കൊടുക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഫൈനൽ വെർഡിക്റ്റ് വരേണ്ട ICCയാണ്. അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതനുസരിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണ് തൊഴിൽദാതാവ്, ഞങ്ങളുടെ അഫിലിയേറ്റ്സാണ്. അവർ തീരുമാനിക്കും. അതിനകത്ത് ആ തീരുമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഇടപെടും. അതല്ലാതെ ഞങ്ങൾ അവിടെ കയറി ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്തുകൂടാതെ ഞങ്ങൾ ആരും പറഞ്ഞില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, കഴിഞ്ഞ ദിവസം ഫിലിം ക്യാമ്പിന്റെ മോണിറ്ററിംഗ് ചേർന്നല്ലോ. രഞ്ജിത്ത് അറിയാം, നിങ്ങളുടെ പ്രതിനിധി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം മലയാളത്തിലെ എല്ലാ ചാനലുകളും, ഇന്ത്യയുടെ പ്രമുഖ ചാനലുകളും അവിടെ നിന്നപ്പോൾ ഞങ്ങൾ ആരും തന്നെ അവർക്ക് ഒരു ബൈറ്റ് കൊടുക്കുകയോ പ്രസ് മീറ്റ് വൈകിട്ട് നടത്തിയതിൽ എന്തുകൊണ്ടാണ്? അപ്പോഴും ICയുടെ തെളിവെടുപ്പ് അപ്പുറത്ത് നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ കയറി എന്തെങ്കിലും പറയുന്നത് ശരിയല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ലേഖകര്, എല്ലാ മാധ്യമങ്ങളുടെയും ലേഖകർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും. ഞങ്ങളുടെ ചെയർമാൻ സുരേഷ് കുമാർ പറഞ്ഞു ഒന്നും പറയില്ല, നോ കമന്റ്. അവസാനം എന്നോട് പോലെ അവർ പറഞ്ഞു എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറയണമെങ്കിൽ ICയുടെ റിപ്പോർട്ട് വരണം. അതാണ് അതിന്റെ മര്യാദ, അതാണ് അതിന്റെ നീതി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഇപ്പോൾ ഒന്നും പറയാനില്ല. ഞങ്ങളവിടെ ഇടപെട്ടില്ലല്ലോ. ഞങ്ങൾക്കും വേണമെങ്കിൽ ഇത് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഞങ്ങളാണ് എല്ലാം ഞമ്മാനാണ് എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പറയാമായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തില്ല? അപ്പം ഇത് കൃത്യമായി നടക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ IC രൂപീകരിച്ചില്ലേ ഞങ്ങള്? എന്തിനാണ് IC രൂപീകരിച്ചിരിക്കുന്നത്?
കൃത്യമായി ലൊക്കേഷൻ കൃത്യമായി പോകണം. ഒന്നും അവിടെ പാടില്ല. നടക്കണം. പണം മുടക്കുന്ന പ്രൊഡ്യൂസർ സാമ്പത്തിക നീതി ലഭിക്കണം. ഇവിടെ ഷൂട്ടിങ് ഉച്ച കഴിഞ്ഞ് ആ നടൻ വരിക, കണ്ട ഈ പറഞ്ഞ നമ്മളെല്ലാം അടിച്ചയച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഉച്ചയാകും വരെ 1 മണിക്ക് തിരിച്ചു പോവുക. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്ര ലക്ഷം രൂപയാണ് എക്സ്പെൻസ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മെമ്പർമാരുടെ എക്കണോമിക് സേഫ്റ്റി നോക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി ആണല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത്. അത് നടക്കണം, ഒരു കലാസൃഷ്ടിയാണത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചിലർക്ക് ഇത് പ്രശ്നമല്ല. കാട്ടിനെ തേടി ദേവറയാന വലിയടാ വലി, അത് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾക്ക് കൃത്യമായി നടത്താനുള്ള കഴിവുള്ള നേതൃത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സീനിയേഴ്സായ ഒത്തിരി നേതാക്കന്മാരുണ്ട്. ശ്രീ സിയാദ് കോക്കർ ഉൾപ്പെടെ, ശ്രീ സുരേഷ് കുമാർ ഉൾപ്പെടെ ഒത്തിരി നേതാക്കന്മാരുടെ വെയിറ്റിംഗിലാണ്. പക്ഷെ ഞങ്ങൾ എങ്ങനെ ചെയ്യണം, എത്രയോ സമരങ്ങളെയും എത്രയോ കാര്യങ്ങൾ കണ്ടിട്ടുള്ള പരിചിതപ്രദമായ നേതൃത്വം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇപ്പൊ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ഞങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ പുറകിൽ വലിയൊരു ശക്തിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ശക്തി കാണിക്കാനുള്ള സമയമല്ല. മറിച്ച് സമൂഹത്തോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ സമൂഹമാണ് സിനിമയെ വിജയിപ്പിക്കുന്നത്. പ്രേക്ഷകനാണ്. ഫാമിലി തിയേറ്ററിൽ വരുന്നില്ല, വരണം. സിനിമയോടുള്ള അനിഷ്ടം അവർക്ക് മാറണം. അതിന് സിനിമയോട് അനിഷ്ടം ഉണ്ടാകാൻ കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ ഏരിയയിൽ കയറി ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിനെ ഞങ്ങൾ വഴക്ക് പറഞ്ഞോളാം. അയൽലോക്കത്തെ അച്ചാച്ചൻ അവിടെ വെറുതെ ഇരുന്നാൽ മതി. അയൽലോക്കത്തെ ഉണ്ണിച്ചേട്ടൻ അവിടെ ഇരുന്നോ. ഞങ്ങളുടെ മക്കളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ബൗണ്ടറി കയറണ്ട. ഇത് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ശരി, നന്ദി ശ്രീ അന്ത്യാട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികൾ രാഹുൽ ഈശ്വറും വിനു കിരിയത്തും തുടരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിനു കിരിയത്ത്, സജി അന്ത്യാട്ടിൻ്റെ വാക്കുകൾ കേട്ടല്ലോ. കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു അനാവശ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അനാവശ്യ ധൃതി ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അയലത്തുള്ള ആരും നമ്മുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം, ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പരിഹരിക്കാൻ ആർജവമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഇതിനെ ഇങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ, അതിൻ്റെ അർത്ഥത്തിൽ കാണാതെ. സംഘടനകൾ തമ്മിലുള്ള ഒരു പോരായി മാറിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ സിനിമയ്ക്ക് നാണക്കേട് വരും. അതുകൊണ്ട് എല്ലാ സംഘടനകളും സംഭവിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ പോർവിളികളായി കഴിഞ്ഞു അല്ലെ. തെറ്റ് ബി ഉണ്ണികൃഷ്ണൻ അവരോട് ആലോചിക്കാതെ കയറി തന്റെ അഭിപ്രായം പറയുന്നു. അമ്മ എന്ന സംഘടനയ്ക്ക് അഭിപ്രായം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിർമ്മാതാക്കൾ ശക്തമായി നടപടി എടുക്കുന്ന ആദ്യം മുതലേ സുരേഷ് കുമാർ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇല്ല അയാളെ ഞങ്ങൾ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമമാണ് ഇന്നിപ്പോ അവരുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള ഒരു വക ഉണ്ടാക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇത് ലഹരി ഒരു നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. ലഹരി പ്രത്യേകിച്ച് 2 പെൺകുട്ടികൾ പരാതി പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഒരുപാട് തവണ, മാത്രമല്ല അയാൾക്കെതിരെ വേറെയും അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അന്വേഷണങ്ങൾ തീരുന്നവരെ, പോലീസിന്റെ അന്വേഷണം തന്നെയാണ് ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് തൽക്കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം, അല്ലെങ്കിൽ അല്ലാതെ അയാളെ ശിക്ഷിക്കപ്പെടുന്നോ വേണ്ടത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് നമ്മൾ കയറിയിട്ട് ഒരു തീരുമാനമെടുത്ത് ഇയാളെ വീണ്ടും ഇന്ത്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മറ്റേ കേസ് സ്ട്രോങ് ആയാൽ വീണ്ടും അത് ഇവിടെ ഇയാളെ ന്യായീകരിച്ചവർക്കെല്ലാം ഒരു നാണക്കേടുണ്ടാവും. അയാള് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് നമ്മളത് ലൊക്കേഷനിൽ 2 കുട്ടികളും പറഞ്ഞിരിക്കുന്ന വായിൽ നിന്ന് കുറ്റക്കാരനാണെന്നാണ്. 2 പേരുടെയും പരാതി ഒരുപോലെയാണ്. മിസ്ബിഹേവിയർ, നോർമൽ ബിഹേവിയർ അല്ല. 2 പേരുടെയും പരാതി ഒരുപോലെയാണ്. കാരണം ഈ രണ്ടാമത്തെ ആള് ഈ ഷൈൻ ടോം ചാക്കോവുമായി നേരത്തെ പരിചയമുള്ള ആളോ ഒരുമിച്ച് പ്രവർത്തിച്ച ആളോ ഒന്നുമല്ല. അവർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് സിനിമയിൽ അഭിനയിക്കാൻ വന്നൊരു ലേഡിയാണ്. അവർക്കാണ് ദുരനുഭവം ഉണ്ടായത്. അവർക്ക് അങ്ങനെ വെറുതെ ഒരാൾക്കെതിരെ പറയേണ്ട സാഹചര്യവും കാര്യങ്ങളും ഒന്നുമില്ല. അവരൊരു പുതുമുഖമാണ്. തീർച്ചയായിട്ടും അവർ ഭയന്നിട്ടുണ്ടാവാം. പക്ഷെ ഇവര് 2 പേരും, ഒരാൾ ഓസ്ട്രേലിയ എവിടെയാണെന്ന് പറയുന്നു, മറ്റൊരാൾ എനിക്ക് പോലീസുമായി ലീഗലി പോകാൻ താല്പര്യമില്ല എന്നും പറയുന്നിടത്താണ് ഈ പ്രശ്നം. അവരുടെ സ്വയം രക്ഷ എന്താ പറയുന്നത്, കഷത്തിലുള്ളത് പോകാനും പാടില്ല, ഉത്തരത്തിലുള്ളത് എടുക്കുക വേണമെന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ഇപ്പം ബാക്കിയുള്ളവരുടെ ഇതിൽ കൊണ്ടുവച്ചിട്ട് അവരങ്ങ് സ്കൾക്ക് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും സംഘടനകൾ വല്ലാത്തൊരു ഡയലമയിലാണ്. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് നേരെ ഒരു ഈ പറഞ്ഞ മോശം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അവർക്ക് കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ നിയമത്തെ സമീപിക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അതിനുള്ള കാര്യങ്ങൾ. കാരണം ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചത് ഇവർക്ക് തെളിയിക്കാനും പറ്റില്ല. പക്ഷേ അവിടെയാണ് ഈ പറയുന്നത് പോലെ ഈ സംഘടനകൾ ഇടപെടുകയും ഇയാൾക്ക് വേണ്ട തരത്തിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം. സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഇയാൾ നല്ല മനുഷ്യനാണ്, ഒന്ന് നന്നാക്കി കളയാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രഞ്ജിത്ത്, എല്ലാവരും ഈ പറഞ്ഞ പോലെ പരിമിതികളുടെ പുറകെ പോയി ഈ നാട്ടിൽ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? അല്ലേ? അപ്പൊ പരിമിതി എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടരുതെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവര് ഒരു നല്ല നടിയാണ്, കുറച്ച് കാലമേ ആയുള്ളൂ സിനിമയിൽ വന്നിട്ട്. അവരുടെ ലൈഫ് അവർക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല എന്നുള്ളത് ഇതിനകത്ത് പിന്നിലുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കംപ്ലൈന്റ് കൊടുക്കാത്തത്. എന്തായാലും അവര് ഭയന്നിട്ടുണ്ട് രണ്ടുപേരും. അനുഭവത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു ലൊക്കേഷനിൽ സംഭവിച്ചത്. അവരെ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. ഇതിപ്പം മീഡിയയിൽ കൂടെയാണല്ലോ നമ്മളെല്ലാം അറിയുന്നത്. സിനിമയിലുള്ള സംഘടനകൾ പോലും അറിയുന്നത് മീഡിയയിൽ കൂടെയാണ്. അപ്പം അതല്ല ഇനിയെങ്കിലും വേണ്ടത്, സ്പോട്ടിൽ പ്രതികരിക്കുക. അതിനുള്ള ചങ്കൂറ്റം വേണം. ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ആണായാലും പെണ്ണായാലും അവർക്ക് അതൊരു കുടുംബം പോലെ ആയിട്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ അത് അപ്പൊ തന്നെ പറയണമായിരുന്നു. ഇത്രയും വെച്ച് നീട്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഇത് കണ്ടവരാരും ഇല്ല. അവര് രണ്ടുപേരും പറയുന്നത് ആ ലൊക്കേഷനിൽ ബാക്കിയുള്ളവർ ഇനി മൊഴി കൊടുക്കണം. അതെന്താണ് IC-യിലുള്ളതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. ആരൊക്കെയാണ് അതിനകത്ത് മൊഴി കൊടുക്കാൻ പോകുന്നത്? സംവിധായകൻ കൊടുക്കുമോ, നിർമ്മാതാവ് കൊടുക്കുമോ? കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ അവരവരുടെ ജീവിതം നോക്കുന്നവരാണ് 100% ഞാൻ പറയില്ല. പ്രതികരിക്കുന്നവർ വളരെ കുറവാണ് ഇന്ന് നമ്മുടെ നാട്ടില്. നമ്മളായിട്ട് എന്തിനാ പ്രശ്നത്തിന് പോകണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ ഇതിനകത്ത് ആരൊക്കെ നമുക്ക് കൊടുക്കുന്നൊക്കെ എന്തായാലും IC റിപ്പോർട്ട് തന്നെയാണ് ഇതിന്റെ ക്ലൈമാക്സ് തീരുമാനിക്കുന്നത്. രാഹുല്, വളരെ വ്യക്തമാണ്. കാരണം ഈ സിനിമാ സെറ്റിൽ നടന്ന കോക്കാമ്പിച്ചകൾ, ഇയാളുടെ കോപ്രായങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം 2 നടിമാർ പറയുന്നു. അവിടെ രണ്ടാമത്തെ നടി ആ സമയത്ത് തന്നെ ഇന്റേണൽ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത ഒരാൾ കൂടിയാണ്. അവർ നമ്മളോടൊന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഈ സംഭവം വിൻസി പുറത്ത് വന്ന് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അവർ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത് പുറത്തു വരില്ല. പിന്നെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും മറ്റുമായിരുന്നു. ഇങ്ങനെ എത്രയോ സിനിമാ സെറ്റുകൾ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. ഈ ഇന്റേണൽ കമ്മിറ്റി അന്ന് ഈ രണ്ടാമത്തെ നടിയോട് ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർ ഈ ആളെ ഒന്ന് മാറ്റി നിർത്തി. അല്പം ഒന്ന് 2 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകേണ്ട ഒരാളാണ്. അവിടെ വെച്ച് നിർത്തി. ഈ നടനെ വിലക്കാനോ അയാൾക്ക് ഉപദേശിക്കാനോ നന്നാക്കാനുള്ള ശ്രമം ആ സമയത്ത് നടത്തിയില്ല. അപ്പോൾ എന്തിന് ഇങ്ങനൊരു കമ്മിറ്റി, ഇങ്ങനൊരു സംവിധാനം എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് രാഹുൽ. അല്ല, ഈ IC ഒരു പേരിന് വേണ്ടി മാത്രം ആരുത്. ഇതിൽ ഏറ്റവും വിഷമകരമെന്ന് പറഞ്ഞാൽ വിൻസിയുടെ പരാതിക്ക് ശേഷം എല്ലാവരും ഒരു പൊതുസമൂഹം ഒരു നിലപാടിലേക്കൊക്കെ എത്തിയതിനു ശേഷമാണ് ഈ രണ്ടാമത്തെ നടിയുടെ കാര്യം അറിയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ആദ്യമേ പരാതി കൊടുത്തിരുന്നു. ആ കാര്യങ്ങൾ ബാക്കി എല്ലാവരും സിനിമയോട് ബന്ധപ്പെട്ടവർ പോലും മറച്ചു വെച്ചു. ഈ വിൻസിയുടെ വിഷയത്തിൽ പ്രതികരണത്തിൽ പോലും വരുമ്പോൾ നമ്മളാരും ഈ വിഷയങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പൊ അത്ര സീരിയസ് ആയിട്ട് അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇപ്പൊ ശ്രീ നേരത്തെ വന്ന ഇടപെടലിലടക്കമുള്ള കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോയെ രക്ഷിച്ചെടുക്കാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. പക്ഷെ നമ്മളെല്ലാം ധരിച്ചത് എന്താ? സിനിമാ മേഖലയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി കാണും, ഷൈൻ ടോം ചാക്കോയ്ക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാം, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന ആൾക്കാർ വരികയും, എന്നാൽ അങ്ങനെ ഒരു നിലപാട് എല്ലാവരുടെയും അറിവോടുകൂടിയാണ് എടുക്കുന്നത്. ഷൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഏക വീഴ്ചയാണത്. ഷൈനെ സപ്പോർട്ട് ചെയ്ത് ചില സ്ത്രീകളും അടക്കം മുമ്പോട്ട് വരികയുണ്ടായി. ഷൈൻ സെറ്റിൽ പെർഫെക്റ്റ് ആണ്, കൃത്യസമയത്ത് വരും തുടങ്ങിയ പ്രസ്താവനകൾ ഉണ്ടായി. അപ്പൊ ഷൈനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നിലപാടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു, ഓപ്പൺലി മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ നമ്മളെല്ലാം വിചാരിച്ചത്, അങ്ങ് ഞാനും നമ്മളടക്കം ചർച്ച ചെയ്യുമ്പോൾ വിചാരിച്ചത്, ഇത് സിനിമാ മേഖലയുടെ ഉള്ളിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുകയും ഷൈന് ഒരു 1 ലാസ്റ്റ് ചാൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുമാണെന്നാണ്. പക്ഷേ വേറെ പരാതി ഉണ്ടായിരുന്നു, ആ പെൺകുട്ടി അന്നേ പരാതി കൊടുത്തിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. 2 പോലീസ് അടക്കമുള്ളവർക്ക് ഈ കാര്യം കൂടെ വരികയാണെങ്കിൽ കുറെ കൂടെ സീരിയസ് ആണ്. അതായത് അത് ഈ സിനിമാ മേഖലയെ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു ക്രിമിനൽ ഒഫൻസിന്റെ ഭാഗമായി പോവുകയാണ്. അപ്പോൾ ഇനിയും ഏത് രീതിയിൽ ആക്ഷൻ, നേരത്തെ ശ്രീ വിനു കിരിയത്ത് പറഞ്ഞ പോലെ ഇനിയും ഈ IC-യുടെ റിപ്പോർട്ട് വേണം, പോലീസുകാരുടെ നിലപാടെടുക്കുന്നതെന്ന് വേണം, കോടതിയിലടക്കം വേണ്ട രീതിയിൽ ഇത് റേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഷൈൻ ഇനിയും വരുന്ന കാലത്ത് നിയമത്തിന്റെ കുരുക്ക് പോലും കൂടുതലും മുറുകും. അപ്പോൾ ഷൈനെ നന്നാക്കിയെടുക്കുക എന്നുള്ള ഉദ്യമത്തിനോട് പൊതുസമൂഹത്തിൽ ഒരുപാട് പേർക്ക് യോജിപ്പായിരിക്കും. പക്ഷേ ഷൈനെ വെള്ളപൂശി രക്ഷപ്പെടുത്തിയെടുക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അത് സിനിമാ മേഖലയെക്കുറിച്ച് തെറ്റായ മെസ്സേജാണ് ജനങ്ങളുടെ ഇടയിൽ എത്തുക. പലരും വിമർശിക്കുന്നത് പോലെ, ഞാനൊന്നും ഒരിക്കലും സിനിമാ മേഖലയെ വിമർശിക്കാത്ത വ്യക്തിയാണ്, പക്ഷെ പലരും വിമർശിക്കുന്ന പോലെ സിനിമാ മേഖല എങ്ങനെങ്കിലും നടന്നു പോയാൽ മതി, ബിസിനസ് മാത്രം മതി. ബിസിനസ് വേണ്ടെന്ന് ആരും പറയുന്നില്ല, പക്ഷെ ബിസിനസ് മാത്രം മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കരുത്. അപ്പോൾ കുറെ കൂടെ സീരിയസ് ആയി ഇത്തരം വിഷയങ്ങൾ വരണം. സിനിമാ സംഘടനകൾ അവരുടെ ഇടയിൽ ഒരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷന്റെ ചാനൽസ് ഓപ്പൺ ആക്കി വെക്കണം, ഒരു സമാനമായ നിലപാടും മറ്റും എടുക്കണം. എല്ലാവർക്കും അതാണ് നല്ലത്. അപ്പോൾ നേരത്തെ ശ്രീ നമ്മുടെ
സജി നന്ദിയാട്ടൊക്കെ എല്ലാ ചർച്ചകളിലും വളരെ മിതമായ നിലപാടെടുക്കുന്നതാണ്. അദ്ദേഹം പോലും ഇത്രയും സ്ട്രോങ് ആയ നിലപാടെടുക്കേണ്ടി വരുന്നത് സിനിമാ മേഖലയുടെ ഉള്ളിലെ സംഘടനകളുടെ കിടമത്സരവും ബലാബലവും പവർ പ്ലേയും ആണ് എന്ന് പൊതുജനം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് പൊതുജനത്തിന്റെ കുറ്റമല്ല. സിനിമാ മേഖലയെക്കുറിച്ച് കൂടുതൽ അവമതിപ്പുണ്ടാക്കാനും ബഹുമാനക്കുറവുണ്ടാക്കാനും ഈ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ ഉള്ള മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്കം പോലെ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും പലരും വേണ്ട രീതിയിൽ മിന്നുന്നതായിരുന്നില്ല തുടങ്ങിയ ധാരണകൾ ഊട്ടി ഉറപ്പിക്കുന്നതായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, ഒപ്പം ശ്രീ വിനു കിരിയത്ത് ഈ ചർച്ചയുടെ ഭാഗമായതിന്. സജി നന്ദിയാട്ടും ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു. കല്ലിയൂർ ശശി നിർമ്മാതാവും ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഏതായാലും ഫെഫ്കയുടെ നിലപാട് ശരിയായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം. കാരണം കേസിൽ നിന്ന് കേസുള്ളപ്പോൾ ഇന്റേണൽ കമ്മിറ്റിയുടെ തെളിവെടുപ്പടക്കം പുരോഗമിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട അന്വേഷണം പലതരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ പെട്ടെന്ന് ഇടപെടുന്നു ഫെഫ്ക. അതിനുശേഷം ഇയാളെ ആ തരത്തിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഉയർന്ന പരാതി. നമ്മളോടൊപ്പം രണ്ടാമത് സംസാരിച്ച പെൺകുട്ടി പോലും, നടിയായ പെൺകുട്ടി പോലും, അപർണ ജോൺസ് പോലും പറയുന്നത് ഇയാളിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളാണ്. ചർച്ച പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.